തമിഴ്നാട്ടിൽ ഗോവധത്തിന് നിരോധനം ഏർപ്പെടുത്തിയ മദ്രാസ് ഹൈക്കോടതി വിധി സുപ്രീം കോടതി റദ്ദാക്കി. നിയന്ത്രണമെന്ന പേരിൽ നിരോധനമാണ് നടപ്പാക്കിയതെന്ന് ചൂണ്ടിക്കാട്ടി സർക്കാർ നൽകിയ ഹർജിയിലാണ് നടപടി. ഷബ്ന KM വിവരങ്ങളുമായി ചേരുന്നു. ഷബ്ന, നേരത്തെ തന്നെ തമിഴ്നാട്ടിൽ പൂർണ്ണമായുള്ള ഗോവധ നിരോധനം നടപ്പാക്കുന്നതുമായി എതിർപ്പ് സുപ്രീം കോടതിയെ സർക്കാർ അറിയിച്ചതായിരുന്നു. അതിലാണിപ്പോൾ ആ വിധി റദ്ദാക്കിക്കൊണ്ടാണ് സുപ്രീം കോടതി മുന്നോട്ട് വന്നിട്ടുള്ളത്. തമിഴ്നാട്ടിൽ ബക്രീദിനോടനുബന്ധിച്ചാണ് ഇത്തരത്തിലൊരു വിഷയം കോടതിക്ക് മുമ്പാകെ എത്തുന്നത്. മദ്രാസ് ഹൈക്കോടതി അന്ന് ഗോവധ നിരോധനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. പൊതു ഇടങ്ങളിൽ പശുക്കളെ കശാപ്പ് ചെയ്യുന്നത് അടക്കമുള്ള നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയത്. എന്നാൽ ഈ നിയന്ത്രണം ഹൈക്കോടതി നിയന്ത്രണം എന്ന് പറയുമ്പോൾ പോലും അത് പൂർണ്ണമായ ഗോവധ നിരോധനമാണ് എന്ന് സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നു. കാരണം ഈ നിയമത്തിൻ്റെ പല ചട്ടങ്ങളും മറികടന്നാണ് ഹൈക്കോടതിയുടെ വിധിയുണ്ടായത്. പൂർണ്ണമായും നിരോധനം ഏർപ്പെടുത്തുന്ന രീതിയിലേക്ക് ഹൈക്കോടതി ഉത്തരവ് മാറി എന്ന് ചൂണ്ടിക്കാണിച്ച് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. സർക്കാർ കോടതിയിൽ അറിയിച്ചിരുന്നതും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഹൈക്കോടതി നിരോധനം എന്ന് പറയുമ്പോൾ, നിയന്ത്രണം എന്ന് പറയുമ്പോൾ അത് ഒരർത്ഥത്തിൽ നിരോധനം തന്നെയാകുന്നു എന്നതായിരുന്നു സർക്കാരിൻ്റെ പരാതി. ഇതാണിപ്പോൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടുള്ളത്. ഹൈക്കോടതിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്ത് സംസ്ഥാന സർക്കാരിനും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടവർക്ക് നോട്ടീസ് അയക്കാൻ സുപ്രീം കോടതി മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഈ ഹർജി. ഏതായാലും ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നത് ഈ പൂർണ്ണമായും നിരോധനം എന്നതല്ല, നിയന്ത്രണം എന്നതായിരുന്നു. പക്ഷേ അത് ഫലത്തിൽ പൂർണ്ണ നിരോധനമായി മാറി എന്നത് സർക്കാർ കോടതിയെ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. കാരണം പൊതു ഇടങ്ങളിൽ ഈ പശുക്കളെ അടക്കം കശാപ്പ് ചെയ്യരുത് എന്നായിരുന്നു കോടതിയുടെ ഉത്തരവ്. അത് പല നിയന്ത്രണങ്ങൾക്ക് വിധേയമായി എന്ന് സർക്കാർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ സ്റ്റേ. ശരി, നന്ദി ഷബ്ന KM വിവരങ്ങൾക്ക്.